സിവിൽ എഞ്ചിനീയറിംഗുകാരും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാരും കെമിക്കൽ എഞ്ചിനീയറിംഗുകാരും കൂടെ ഒരുമിച്ച് കൊമ്പ് കോർക്കുന്ന എക്സാമാണ് കേരള വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന എക്സാം. അപ്പോൾ ഈ ഒരു എക്സാം PSC നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്ന് പറയുന്ന സ്ലോട്ടിലാണ്. നമുക്കത് സെപ്റ്റംബർ തന്നെ ആകും എന്ന് പ്രതീക്ഷിക്കാം. ഇനി ഏകദേശം ഒരു 6 മാസത്തിൽ കൂടുതൽ സമയം നമ്മുടെ മുന്നിലേക്കുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ട് ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 160-ൽ കൂടുതൽ ആൾക്കാർക്ക് അവിടെ അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർക്ക് തന്നെ അവിടെ ജോലി സാധ്യത നിലനിൽക്കുന്ന ഒരു പോസ്റ്റായിട്ട് തന്നെയാണ് നമ്മൾ ഇനിയും ഈ പറയുന്ന വാട്ടർ അതോറിറ്റി എയിനെ കാണേണ്ടത്. കാരണം ഇതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് ഒരുപാട് എക്സാമുകൾ നടന്നിട്ടുണ്ട്, നടക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഈ രീതിയിൽ നോക്കിയ റാങ്ക് ലിസ്റ്റുകളൊക്കെ ആ ഒരു പാരലായിട്ട് തന്നെയാണ് വരുന്നുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് അവിടെ ഇറിഗേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാക്ടറീസ് ഇൻ ബോയിലർ എന്ന് പറയുന്ന എക്സാം വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗുകാർക്കാണെങ്കിൽ അവിടെ അടിപൊളിയായിട്ട് നമുക്ക് PWD, ദാറ്റ് ഈസ് ഇറിഗേഷൻ, LSTD തുടങ്ങിയിട്ടുള്ള ഒരുപാട് എക്സാമുകൾ ഇതിൻ്റെ പാരലായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയിൽ കിട്ടിയ ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ആ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ദാറ്റ് മീൻസ് അവിടെ നിന്ന് ആൾക്കാർ മാറിയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് വീണ്ടും വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം ആൾക്കാർ ദാറ്റ് മീൻസ് അവിടെ അഡ്വൈസ് ആയിട്ട് വരുന്നതായിരിക്കുക. കൂടാതെ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ 2027, 28, 29 വർഷങ്ങളിൽ ഒരുപാട് ആൾക്കാർ റിട്ടയർമെൻ്റ് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള നോക്കിയ ഒരു പോസ്റ്റ് അവിടെ നമ്മുടെ മുന്നിലേക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി വേണ്ടത് കൃത്യമായിട്ടൊരു പഠനം നമുക്ക് ഇതിനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു എക്സാമിലേക്ക് വരുമ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രീമുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അത് മെക്കാനിക്കൽ, കെമിക്കൽ, സിവിൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ കൂടാതെ നമുക്കവിടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന രീതിയിൽ തന്നെ ജോബ് റിലേറ്റഡ് ടോപ്പിക് കൂടെ നമുക്കൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിലബസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എങ്കിൽ പോലും ഒന്നുകൂടെ പറയുകയാണ്. 25 മാർക്കിൽ നിന്ന് എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നും, അതായത് മെക്ക ആയിക്കോട്ടെ, കെമിക്കൽ ആയിക്കോട്ടെ, സിവിൽ ആയിക്കോട്ടെ, അതിൽ കൂടാതെ 25 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കായി ജോബ് റിലേറ്റഡ് ടോപ്പിക്ക് നമുക്ക് അവിടെ വരുന്നതായിരിക്കും. ആ ജോബ് റിലേറ്റഡ് ടോപ്പിക് എന്ന് പറയുമ്പോൾ കൂടുതൽ നമുക്ക് എൻവയോൺമെൻറ്റൽ പോലെയുള്ള ടോപ്പിക്കുകളാണ് അവിടെ പഠിക്കാനുണ്ടായിരിക്കുക. അപ്പോൾ അടിപൊളി ആയിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. പണ്ടത്തെ പോലെയൊന്നുമല്ല, 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവിടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട്. അത് നോക്കി ഒരു 6 മാസം കാലയളവ് കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് 6 to 8 മാസത്തിലെ നമുക്ക് ഇൻ്റർവ്യൂ പോസ്റ്റൊക്കെ ആണെങ്കിൽ 6 to 8 മാസത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് വരുന്നു. അപ്പോൾ 2026 നമുക്ക് ഇതിൻ്റെ എക്സാം നടക്കും എന്നത് ഓൾറെഡി നമ്മളിടയ്ക്ക് നോട്ടിഫൈഡ് ആണ്. 2027 ആദ്യത്തെ അഡ്വൈസിലേക്ക് നമ്മുടെ പേര്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് നമ്മളുടെ പേര്, ആ ഡെസിഗ്നേഷൻ വരുത്താനായിട്ട് നമുക്ക് ഇനി വേണ്ടത് ഈ കാണുന്ന 6 മാസം കൊണ്ട് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കുക എന്ന് തന്നെയാണ്. ക്ലിയർ? അപ്പം ഇതിനായിട്ട് സൈലം ടെക്നിക്കിൽ നിന്ന് നോക്കി മെക്കാനിക്കലും അതുപോലെ തന്നെ കെമിക്കലും സ്പെഷ്യൽ ടോപ്പിക്കും ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് 75 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്ന ഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള അടിപൊളി ആയിട്ടൊരു കോഴ്സാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം ഈ ഒരു ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ടായിരിക്കുക. ദാറ്റ് ഈസ് മാർച്ച് 4-നാണ് 2026 മാർച്ച് 4-ാം തീയതി നമുക്ക് ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ബാച്ചിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മെക്കാനിക്കൽ ടോപ്പിക്കും കെമിക്കൽ ടോപ്പിക്കും ജോബ് റിലേറ്റഡ് ടോപ്പിക്കുമാണ് കിട്ടുന്നുണ്ടായിരിക്കുക. ഇതിൽ തന്നെ കൃത്യമായി മനസ്സിലാക്കി വെച്ചോളാം. മെക്കാനിക്കൽ ടോപ്പിക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ലൈവായിട്ടായിരിക്കും ക്ലാസ്സുകളിൽ കിട്ടുന്നുണ്ടായിരിക്കുക. അത് തന്നെ ഡെയിലി നിങ്ങൾക്ക് ഒരു ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ് 1 to 2 hours ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതിന് കൂടാതെ നമുക്കവിടെ കെമിക്കലും അതുപോലെ ജോബ് റിലേറ്റഡ് ടോപ്പിക്കും പഠിക്കാനുണ്ടായിരിക്കും. ആ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പ്രീ റെക്കോർഡ് ചെയ്തുള്ള ക്ലാസ്സുകൾ കൃത്യമായി നിങ്ങളുടെ ആ ഒരു കോഴ്സിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കൂടാതെ പ്രീ റെക്കോർഡാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡിസ്കഷൻസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായി നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ ലൈവായിട്ടുള്ള ഡിസ്കഷൻ ക്ലാസ് കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കും. അപ്പം മെക്കാനിക്കൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ലൈവായിട്ടുള്ള തിയററ്റിക്കൽ പോർഷനും ഡിസ്കഷനും എല്ലാം നമുക്ക് ആ ലൈവിൽ തന്നെ നമുക്ക് അവിടെ ക്ലിയർ ചെയ്ത് പോകാം. അതുകൂടാതെ കെമിക്കൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ടോപ്പിക്കും ആയിക്കോട്ടെ, രണ്ടും നിങ്ങൾക്ക് പ്രീ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അത് കൂടാതെ അതിന് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പാകത്തിലായിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ കൂടെ ഇതിൻ്റെ കൂടെ തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ 75 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് അല്ലേ, സിവിൽ ഒഴിവാക്കി ബാക്കി വരുന്ന 75 മാർക്കാണ് ഒരു എക്സാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൃത്യമായി നിങ്ങളൊന്ന് സ്മാർട്ടായി ചിന്തിച്ചാൽ മതി. 75 മാർക്കിൻ്റെ വെയിറ്റേജ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ ഒരു നോർമലി ഒരു 50 to 60 എന്ന റേഞ്ചിലേക്കാണ് നമുക്ക് എക്സാമുകളുടെ നിലവിലുള്ള അവസ്ഥയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എക്സാം നടന്നു കഴിഞ്ഞു എളുപ്പം ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കട്ട് ഓഫ് ഒക്കെ കൂടി വരാം.
നമുക്ക് കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യല്ല പറയുന്നത്. അപ്പോൾ സ്മാർട്ടായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ 75 മാർക്ക് സ്കോർ ചെയ്യാൻ പാകത്തിലേക്ക് നമ്മളൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ദാറ്റ്സ് ഇനഫ് അല്ലേ. അപ്പോൾ അത്രയും ഓർത്ത് വെക്കാം. അപ്പോൾ നോക്കി സിവിലും നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം. അപ്പോൾ മിക്ക കഴിഞ്ഞ ആൾക്കാർക്ക് നോക്കി ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പോസ്റ്റ് വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം നോക്കി ഇത്രയും ബൾക്കായിട്ടുള്ള വേക്കൻസി മിക്കവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കൂടുതലായിട്ടുള്ള വേക്കൻസി വരുന്നത് ഇത്രയും നോക്കി അത് അടിപൊളിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. ദെൻ അടുത്ത് വരുന്നത് ദാറ്റ് ഈസ് ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു ബാച്ചിലേക്ക് നമുക്ക് ഫീസ് ആയിട്ട് വരുന്നത് വെറും നോക്കി 4,999 മാത്രമാണ്. അതായത് നോക്കി കെമിക്കൽ ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും, സ്പെഷ്യൽ ടോപ്പിക് ദാറ്റ് ജോബ് റിലേറ്റഡ് ടോപ്പിക് ഉണ്ടായിരിക്കും, മെക്കാനിക്കൽ ടോപ്പിക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഫീസ് ദാറ്റ് ഈസ് നോക്കി ഇത്രയും കോഴ്സിലേക്ക് വരുന്ന ഇത്രയും അവേഴ്സ് ഉള്ള ക്ലാസ്സുകളെല്ലാം കൂടെ നോക്കി അതും പ്രീമിയം ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കുക. അപ്പോൾ ഈ ക്ലാസ്സുകളുടെ പ്രത്യേകത നോക്കി വെറുതെ തിയറി ക്ലാസ്സുകൾ മാത്രമല്ല നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കുക. അവിടെ കൃത്യമായി നിങ്ങൾക്കുള്ള നോക്കി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടാതെ ദാറ്റ് ഈസ് നോക്കി ആ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് കൃത്യമായി തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പാകത്തിലേക്ക് ടോപ്പിക് വൈസ് ടെസ്റ്റുകളും അതുപോലെ സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടേക്ക് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിംഗ് കൂടെ ആഡ് ചെയ്യും. 100 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം നോക്കി ആ ഒരു നമ്മുടെ സ്വപ്നം എന്ന് പറയുന്ന എന്ന് പറയുന്ന ജോലിയിലേക്ക് നമുക്ക് കൈ പിടിച്ച് കയറി പോകണം. അപ്പോൾ 2026 കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്വപ്നം നമ്മളവിടെ എത്തിപ്പിടിച്ചിരിക്കണം. 2027 നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഡെസിഗ്നേഷൻ നമ്മളെ പേരിൻ്റെ കൂടെ ചേർത്താൻ നമുക്ക് പറ്റണം. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. അപ്പം ഇറിഗേഷൻ സിവിലുകാർക്കാണെങ്കിൽ ഇറിഗേഷൻ വരാൻ പോകുന്നു. അപ്പോൾ ഇതിന്റെ പാരലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ടോപ്പിക് കൂടെ പഠിച്ചെടുക്കാൻ പറ്റണം. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, 2 എക്സാമുകൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ സാധിക്കും. അതുപോലെ മെക്ക് കഴിഞ്ഞ ആൾക്കാരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഇത്രയും അടിപൊളിയായിട്ടൊരു പോസ്റ്റ് നിങ്ങൾക്ക് ഇനി കേരള സർവീസിൽ നോക്കി ആ ഒരു ഗവൺമെന്റ് സർവീസിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നത് ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. നോക്കി ഒരു 3 വർഷം കൂടുമ്പോൾ കിട്ടുന്ന ചാൻസ് ആണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം നോക്കിയ ആൾക്കാരാണെങ്കിൽ പോലും അല്ലെങ്കിൽ പുതുതായിട്ട് ഇപ്പോൾ നോക്കുന്ന ആൾക്കാരാണെങ്കിലും കിട്ടുന്ന ചാൻസ് ഇപ്പോൾ മുതലാക്കിക്കോളാം അടിപൊളിയായിട്ട്. കാരണം നമുക്കവിടെ നോക്കിയ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സാലറി റിവിഷൻ വരുന്നുണ്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ആ ഒരു സർവീസിലെ ആൾക്കാർക്കെങ്കിലും ആ ഒരു നോക്കിയ രീതിയിലുള്ള റിവിഷൻ കിട്ടിക്കഴിയുമ്പോൾ അതിന് ശേഷമാണ് വാട്ടർ അതോറിറ്റിയിൽ മേ ബി നടക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഒരു 50,000 റേഞ്ചിലേക്കാണ് 55,000 ബേസിക് പേ ഉള്ളത്. അതെല്ലാം നോക്കിയാൽ കൃത്യമായിട്ടൊരു വലിയൊരു ജമ്പായിരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു ജമ്പ് വന്നു കഴിഞ്ഞാൽ നോക്കിയേ ആ കാണുന്ന രീതിയിലേക്ക് അടിപൊളിയായിട്ടുള്ള രീതിയിൽ സാലറിയോട് കൂടെ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ജോലി ചെയ്തുകൊണ്ട് നോക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നോക്കി കൃത്യമായി നിങ്ങളുടെ എവിടെയാണോ നിങ്ങളുടെ സ്ഥലമുള്ളത് ആ ഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിലേക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ ലൈഫ് നിങ്ങൾക്ക് നോക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും നോക്കി നമ്മളെ ആ ബാച്ച് തുടങ്ങുന്ന ഡേറ്റ് ആരും മറക്കണ്ട. ഓക്കെ, മാർച്ച് 4 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. മെക്കാനിക്കൽ ലൈവാണ്. ദാറ്റ് ഈസ് സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മൾ അവിടെ നിന്നുണ്ടാകും. കൃത്യമായി തന്നെ പ്രീ റെക്കോർഡായിട്ട് തന്നിരിക്കും. കെമിക്കൽ ടോപ്പിക്കും പ്രീ റെക്കോർഡായിട്ട് തന്നിരിക്കും. ഈ 2 ടോപ്പിക്കുകളുടെയും ലൈവ് ഡിസ്കഷൻസുകൾ നിങ്ങൾക്ക് നോക്കി കൃത്യമായി നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഫാക്കൽറ്റി അടിപൊളിയായിട്ട് റെഡി ആയിട്ട് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരും നോക്കി നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് 9995 നോക്കി 100 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ ഉറപ്പ് വരുത്തുക. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. 2027 നിങ്ങളുടെ പേരിൻ്റെ കൂടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങ് ചേർത്തോളൂ. ആ രീതിയിലുള്ള നോക്കിയൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് പഠിക്കാം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.